നമ്മൾ നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഡെറിവേറ്റീവിന്റെ പ്രോബ്ലംസ് ആണ്. മീൻസ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവിന്റെ പ്രോബ്ലംസ് ആണ്. ലിമിറ്റ്സിന്റെ പ്രോബ്ലം ഓൾറെഡി സോൾവ് ചെയ്തു. ഇനി ഡെറിവേറ്റീവിന്റെ പ്രോബ്ലം ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകും. സോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണ്ടി നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. റൈറ്റ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെന്താണ്? സോ നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് കിടക്കാം അല്ലെ. സോ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് ആണ്. സോ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് അല്ലെ. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇത് മാത്രമല്ല, ബൈ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന സാധാരണ എങ്ങനെയാണ്? ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ബൈ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്. സോ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സിംപ്ലി കോസ് എക്സ് ആണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. റൈറ്റ്. നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. ഇത് ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് സോൾവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ് ആകുമ്പോൾ ഇതിനൊരു ഫോർമുല ഉണ്ടാവും. ആ ഫോർമുല ഇതാണ്. ഈ ഡെറിവേറ്റീവിനെ പറയുന്നതാണ് എഫ് ഡാഷ് എക്സ് എന്ന് പറയും. ഡെറിവേറ്റീവിനെ പറഞ്ഞാണ് എന്ത്? എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സിന്റെ ഡെറിവേറ്റീവ് മീൻസ് ഒരു ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ്? സൈൻ എക്സ് ആണ്. സോ ഇതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് എന്താണ്? കോസ് എക്സ് ആണ്. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. സൈൻ എക്സ് മീൻസ് കോസ് എക്സ് ആണെന്നുള്ളത്. പക്ഷേ ഈ കോസ് എക്സ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ നമുക്ക് ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ എഫ് ഡാഷ് എക്സിന്റെ ഫോർമുല പറയുന്നത് ലിമിറ്റ് h ടെൻഡ്സ് ടു 0 f of x plus h minus f of x all by h. പിന്നെ തിയറി പാർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് കുറെ പേര് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒന്നും കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോവുക. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോസിന്റെ തൊട്ടടുത്ത് കാണുന്നതാണ് പ്ലേലിസ്റ്റ്. റൈറ്റ്. So formula f dash x equal limit h tends to 0 f of x plus means f of x plus h minus f of x all by h. ഫോർമുല ഓൾറെഡി നിങ്ങൾ ലേൺ ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശരി, ഇതിൽ വേണ്ടത് രണ്ട് ആൾക്കാരാണ്. ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ രണ്ട്. ഒന്ന് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും ഒന്ന് എഫ് ഓഫ് എക്സും ആണ് നമുക്ക് പ്രോബ്ലത്തിൽ വേണ്ടത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടത്. സോ എഫ് ഓഫ് എക്സ് ഓൾറെഡി നമുക്ക് ഗിവൺ ആയിട്ട് തന്നിട്ടുണ്ട്. സോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ത് വരോടാ? സൈൻ ഓഫ് എന്ത് വരും? സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച്. സൈൻ ഓഫ് എക്സ് പ്ലസ്. സോ ആ വാല്യൂ ഇവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. സോ ഇതിന്റെ റിസൾട്ട് ആണ് ഞാൻ പ്രോബ്ലം ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ റിസൾട്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ലിമിറ്റ് h ടെൻഡ്സ് ടു 0. റൈറ്റ്. f of x plus h മീൻസ് എന്താണ്? sin of x plus h minus f of x മീൻസ് എന്താണ്? sin x all by എന്താണ്? ഇനി സൈൻ ഈ പാർട്ടിനെ ജനറലി എക്സും ഇതിനെ ഞാൻ y ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? സൈൻ എക്സ് മൈനസ് സൈൻ വൈ. സൈൻ എക്സ് മൈനസ് സൈൻ വൈയുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഓൾറെഡി കുറെ പേർക്ക് അറിയുന്നുണ്ടാവും. അറിയാത്തവർ നോട്ട് ചെയ്യുക. സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ 2 cos x plus y by 2 into sin x minus y by 2. ഇതിന്റെ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ പ്ലേലിസ്റ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ കിട്ടും. ട്രിഗണോമെട്രിയുടെ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ പഠിക്കാവുന്നതാണ്. റൈറ്റ്. സോ നമുക്ക് പ്രോബ്ലത്തിലോട്ട് അഗൈൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റ് കൂടെ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 sin x minus sin y. sin x minus sin y means 2 cos into x plus y by 2 into sin x minus y by 2. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് 2 cos x plus x means ഇവിടെ എന്താണ്? x plus h ആണ്. y means ഇവിടെ again എന്താണ്? x ആണ്. all by 2 into sin of x plus h minus x all by 2 all by എന്തുണ്ട്? all by h. ഇത് സിംപ്ലിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് h ടെൻഡ്സ് ടു 0 2 cos 1x plus 1x അല്ലെ. ഇവിടെയുള്ള ഈ എക്സും ഈ എക്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x plus h all by 2 into ഈ ഇവിടെ നമുക്ക് ക്യാൻസലേഷൻ സംഭവിക്കുന്നില്ല. പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് sin h by 2 all by h. ഓക്കെ.
ഇനി പ്രോബ്ലം നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു സ്പ്ലിറ്റിംഗ് നടത്താം. ഇനി കുറെ പേര് ഇവിടെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സിംപ്ലിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ്. സോ ഇവിടെ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. വേറെ കളറിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ അങ്ങനെ ഒരു സ്പ്ലിറ്റിംഗ് ഓർത്ത് വെക്കാം. നിങ്ങളെ സ്പ്ലിറ്റിംഗ്, ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. ന്യൂമറേറ്റർ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാലോ. കോസിന്റെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാലോ? 2x/2 പ്ലസ് h/2. എന്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ പറയാം. ഇൻറ്റു സൈൻ h/2 ഹോൾ ബൈ h. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 എന്താവും? ക്യാൻസൽഡ് ഔട്ട് ആവും. സോ നമുക്ക് പിന്നെ നമുക്ക് കിട്ടുന്ന ഗിവൺ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് h → 0 2 ഇൻറ്റു കോസ് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്നത് x പ്ലസ് h/2 into sin h/2 whole by h ആണ്. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യലാണ്. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കോൺസെപ്റ്റ്. മീൻസ് h ടെൻസ് 0 മീൻസ് h ന് 0 കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ലിമിറ്റ് h ടെൻസ് 0 എന്ന് പറയുന്നത്, ഈ h ടെൻസ് 0 എന്ന് പറയുന്നത് രണ്ട് ടീമിനും ബാധകമാണ്. മീൻസ് ഈ പ്രോഡക്റ്റ് ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും നോക്കാം. സെപ്പറേറ്റ് രണ്ട് പേർക്കും ഫംഗ്ഷൻ ലിമിറ്റ് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ ലിമിറ്റ് h ടെൻസ് 0. ഇപ്പോ ഞാൻ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇത് sin h/2 ആണെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടോ അല്ലെ. ലിമിറ്റിൽ പഠിച്ച ലിമിറ്റ് x ടെൻസ് 0 സൈൻ ഓഫ് ഫംഗ്ഷൻ ബൈ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്? 1 ആണ്. ഈ സൈൻ ഓഫ് ഫംഗ്ഷൻ എന്താണോ അത് ഗിവണായിട്ട് താഴെ ഉണ്ടെങ്കിലാണ് 1. ഇവിടെ സൈൻ ഓഫ് ഫംഗ്ഷൻ h/2 ഉണ്ടെങ്കിൽ താഴെ h/2 ഉണ്ടെങ്കിൽ നമുക്ക് 1 ആക്കാം അല്ലെ. അതായത് ഈ 2 നന്നായി ശ്രദ്ധിക്കുക. ഈ 2 നമ്മൾ എന്ത് ചെയ്യുക? പിടിച്ചിട്ട് എന്ത് ചെയ്യുക? താക്കുക അല്ലെ. ഡിനോമിനേറ്ററിനെ താഴത്ത് കൊണ്ടുവരാൻ പറ്റും. മാക്സിമം റൂൾ ആണ്, മാത്തമാറ്റിക്കൽ അല്ലെ, നോർമൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ് എന്ത്? ഡിനോമിനേറ്ററിനെ താഴത്ത് കൊണ്ടുവരിക എന്നുള്ളത്. ഡിനോമിനേറ്ററിൽ താഴത്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. മീൻസ് അത് തിരിച്ച് റിവേഴ്സ് തന്നെ വരും. മീൻസ് ഇവിടേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത് by2. അത് റിവേഴ്സ് h/2 എന്ന് പറഞ്ഞാൽ എന്താവും? ഓട്ടോമാറ്റിക്കലി എന്താവും? 2/h ആവും അല്ലെ. h/2 റിവേഴ്സ് ആയി കഴിഞ്ഞാൽ 2/h ആവും. അഗൈൻ 2 ന്യൂമറേറ്റർ തന്നെ വരും. സോ അത് തിരിക്കാൻ നമുക്ക് പോസിബിലിറ്റി ഉണ്ട്. അത് മാത്തമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് തിരിച്ചെഴുതാന്നുള്ളതാണ്. ആ ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതൊരു സ്റ്റെപ്പ് കൂടി നിങ്ങൾ എഴുതാം. cos into x plus h/2 into sin of h/2. കാരണം by h/2 ആ 2 ഞാൻ അവിടെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഇൻറ്റു ആണല്ലോ. ഇൻറ്റു ആകുമ്പോൾ ഒരാൾക്ക് ഈ ഫംഗ്ഷൻ h/2 ഒരാൾക്ക് എടുക്കാൻ പാടുള്ളൂ. ഇൻറ്റു ആകുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കാം. റൈറ്റ്, അപ്പൊ അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലിമിറ്റ് h ടെൻസ് 0. ഞാൻ ലിമിറ്റ് രണ്ടു പേർക്കും കൊടുക്കാണ്. അപ്പോൾ 1 കിട്ടാനുള്ള പ്രോപ്പർട്ടി ഞാൻ ആദ്യം എടുക്കുകയാണ്. sin h/2 ഹോൾ ബൈ h/2. എല്ലാവർക്കും അറിയാം ഇതിന്റെ വാല്യൂ ഓൾറെഡി എന്താണ്? 1 ആയിരിക്കും. റിമൈനിങ് നമ്മൾ അടുത്ത ആൾക്കും ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് h ടെൻസ് 0 cos x plus h/2 ഇങ്ങനെ കൊടുക്കും. ഈ വാല്യൂ ഓൾറെഡി എന്താണ്? നമുക്കറിയാം എന്താണ്? ഈ ഓൾറെഡി വാല്യൂ 1 ആണ് ഇൻറ്റു. കാരണം 1 വരാൻ കാരണം ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഈ ഒരു ഫംഗ്ഷന്റെ ഓൾറെഡി സ്റ്റാൻഡേർഡ് ലിമിറ്റ് 1 ആണ്. അപ്പൊ അത് 1 ആയി. റിമൈനിങ് പാർട്ടിൽ ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യും. h ടെൻസ് 0, h ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. h ന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും നോക്കാം. cos x plus 0/2 1 into സംതിങ് അത് തന്നെ അല്ലേ. നമുക്കറിയാം ന്യൂമറേറ്റർ 0 ആയി കഴിഞ്ഞാൽ ആൻസർ എന്താവും? 0 ആണ്. ഫൈനലി ആൻസർ എന്ത് കിട്ടി? cos x മീൻസ് f dash x നമുക്ക് എന്ത് കിട്ടി? cos x. അപ്പൊ സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ് ആണ്. sin x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ cos x ആണ്. വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് cos x ബൈ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ്. സെയിം മെത്തേഡ് തന്നെയാണ്. cos x ന്റെ ഡെറിവേറ്റീവ് കാണാന്നുള്ളതാണ്. ഫസ്റ്റ് cos x ന്റെ ഡെറിവേറ്റീവ് എന്താ? ഫംഗ്ഷൻ f of x means cos x. f dash x means എന്താണ്? മൈനസ് sin x ആണ്, അല്ലെങ്കിൽ മൈനസ് sin x ആണ് cos x ന്റെ ഡെറിവേറ്റീവ്. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഈ റിസൾട്ട് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മീൻസ് ആ റിസൾട്ട് ആണ് നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നത് ബൈ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ്. സ്റ്റാർട്ടിങ് നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുല. ഫസ്റ്റ് നമുക്ക് ഫോർമുല എഴുതാം. ഫോർമുല f dash x എന്ന് പറയുന്നത് സെയിം ഫോർമുല എന്ത് ചെയ്യാം? ലിമിറ്റ് h → 0
f of x plus h minus f of x all by h. Standard result applied. ഇനി നമ്മളിത് സിംപ്ലിഫൈ ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ലിമിറ്റ് h → 0 f of x plus h. f of x plus h എന്ന് പറഞ്ഞാൽ f of x cos x ആണെങ്കിൽ മീൻസ് f of x plus h എന്ത് വരും? ഒബിയസ്ലി cos x plus h. cos x plus h മൈനസ് ഫംഗ്ഷൻ എന്താണ്? cos x all by h. ഓൾറെഡി നേരത്തെ പ്രോബ്ലം അതേ സെയിം റിപ്പീറ്റ് ചെയ്തു. റൈറ്റ്. ഇനി cos x മൈനസ് cos y. ഞാൻ പറഞ്ഞു നേരത്തെ പാറ്റേണിൽ ഇവിടെ എന്താണ് എക്സും ഇത് y ആയിട്ട് അസൈൻ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഞാൻ ഒന്ന് എഴുതാം. cos x മൈനസ് cos y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് ആണ് അല്ലേ? സോ നമുക്ക് ഫോർമുലയിൽ ഷുവർ ആയിട്ട് മൈനസ് കാണണം. cos x മൈനസ് cos y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 2 സൈൻ മീൻസ് അതിലൊന്നും മാറില്ല x പ്ലസ് y ബൈ 2 ഇൻറ്റു എഗെയിൻ സൈൻ x മൈനസ് y ബൈ 2. ഓക്കെ, രണ്ടും സൈനാണ്. കോസ് വരുമ്പോൾ രണ്ടും സൈനാണ്, മൈനസും. സോ നമ്മളിത് സിംപ്ലിഫൈ ചെയ്യാണ് ഈ പാറ്റേണിൽ. ലിമിറ്റ് h → 0 cos x മൈനസ് cos y അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ്, ആ മൈനസിനെ ഞാൻ ഔട്ട് സൈഡ് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ബ്ലാക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ മൈനസ് എന്താണ് ഔട്ട് സൈഡ് വെച്ചിട്ടുണ്ട്. ആ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോർമുലയിലുള്ളതാണ്. റൈറ്റ്. മൈനസ് ഓഫ് സെയിം റെഡിൽ തന്നെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മൈനസ് വെച്ചിട്ടുണ്ട്, ഇത് മറക്കണ്ട. മൈനസ് ഓഫ് എന്ത് വരും? 2 sin x plus y x plus h plus x by 2 minus, sorry, not minus, into, right, into again sin x minus y by 2 sin x plus h minus x by 2 all by h. Again problem continue. Limit minus of minus മറന്നു പോയത് ലിമിറ്റ് h → 0. ഈ 2 നമുക്കറിയാം താഴത്ത് പോകുന്നു. റൈറ്റ്. ഇതിൽ ആഡ് ചെയ്യാൻ മൈനസ് എക്സും പ്ലസ് എക്സ് ഒക്കെ ക്യാൻസൽ ചെയ്ത് എക്സും എക്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നേരത്തെ പ്രോബ്ലം മനസ്സിലായ ഒരു ഐഡിയ കിട്ടി കാണും. 2x plus h by 2 into sin h by 2 all by h. ഈ 2 h ന്റെ താഴെ പോകും. ഇത് സ്പ്ലിറ്റിംഗ് ചെയ്യും. സോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് മൈനസ് ഓഫ് ലിമിറ്റ് h → 0 sin 2x by 2 plus h by 2 into sin h by 2 all by h by 2. Alright. Again equal to minus of limit h → 0. ഇതിലെ 2 cancelled ആയി. എന്ത് കിട്ടും? sin x plus h by 2 into sin h by 2 by h by 2. again നമ്മൾ ലിമിറ്റ് രണ്ട് ടീമിനും ഇവിടെ സ്പ്ലിറ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മൈനസ് ഇൻറ്റു ലിമിറ്റ് h → 0. ഞാൻ ആ 1 കിട്ടാനുള്ള ചാൻസിന് ഓൾറെഡി നേരത്തെ പറഞ്ഞ കാരണം sin h by 2 by h by 2 into remaining limit h → 0 sin of x plus h by 2 അല്ലേ? ഇത് ഓൾറെഡി നമുക്ക് എന്ത് കിട്ടി? ഈ വാല്യൂ ഓൾറെഡി നിങ്ങൾക്കറിയാം 1 ആണ്. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഓഫ് മൈനസ് ഇൻറ്റു 1 ഇൻറ്റു ഇവിടെ എച്ചിന് 0 കൊടുത്തു കഴിഞ്ഞാൽ sin x plus 0 by 2. ഫൈനലി മൈനസ് 1 ഇൻറ്റു sin x ഓൾറെഡി എന്ത് കിട്ടി? മൈനസ് sin x മൈനസ് sin x മീൻസ് cos x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് sin x ആണ്. ഇത് വലിയ ടഫ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട്
സോൾവ് ചെയ്യാം. റൈറ്റ്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ആണ്. റൈറ്റ്. ഈ ക്വസ്റ്റ്യനിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പ്രോബ്ലം. ബൈ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ് മീൻസ് ടാൻ എക്സ്. കാരണം നമുക്ക് ഇവിടെ ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നോയിങ് ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ ഇപ്പോൾ മീൻസ് ഫോർ എക്സാമ്പിൾ ടാൻ എക്സ് മൈനസ് ടാൻ വൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഒക്കെ നമുക്ക് റിസൾട്ട് ഉണ്ട്. പക്ഷെ അത് ലിമിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടി ആയ കാരണം ഈ ടാനെ ഇൻ ടേംസ് ഓഫ് സൈനും കോസും ആക്കി മാറ്റാണ്. ഓൾറെഡി അറിയാവുന്നതാണ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. ആ ഒരു കോൺസെപ്റ്റിലോട്ട് റീഅറേഞ്ച് ചെയ്തിട്ടാണ് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതല്ലാതെ വേറെ രീതിയിൽ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാതെ കോഷ്യൻ റൂൾ ഉപയോഗിക്കാൻ പറ്റും അല്ലെ. മീൻസ് ഡെറിവേറ്റീവിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് കോഷ്യൻ റൂൾ എന്ന് പറയുന്നത്. കോഷ്യൻ റൂൾ ഉപയോഗിച്ചും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ് ഉപയോഗിച്ചും കൊണ്ട് സോൾവ് ചെയ്യാനാണ്. കോഷ്യൻ റൂൾ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. റൈറ്റ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടാൻ എക്സ് നമുക്ക് ഇൻ ടേംസ് ഓഫ് സൈനും കോസും ആക്കാൻ നമുക്ക് അറിയാമല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അപ്പോൾ എന്താവും, സൈൻ ഡിവൈഡഡ് ബൈ കോസ് ആണ് ടാൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം അങ്ങനെയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ത് വരും, എഫ് ഓഫ് എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഓഫ് എക്സ് പ്ലസ് എക്സ് ബൈ കോസ് ഓഫ് എക്സ് കാണാൻ പോകും. സൈൻ ഓഫ് എക്സ് പ്ലസ് എക്സ് ബൈ കോസ് ഓഫ് എക്സ് പ്ലസ് എക്സ് ആക്കി. റൈറ്റ്. നമുക്കിനി പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഫോർമുല ചേഞ്ച് ഇല്ല. നമ്മളെ ഫോർമുല എന്താണ്, എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ഫസ്റ്റ് പ്രിൻസിപ്പളിന്റെ ഫോർമുലയാണ് എഫ് ഓഫ് എക്സ് പ്ലസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ബൈ എക്സ് എന്നുള്ളതാണ് നമ്മളെ ഫോർമുല. റൈറ്റ്. അതിനുശേഷം നമ്മളിത് സിംപ്ലിഫൈ ചെയ്യാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എക്സ് ഓൾറെഡി റിസൾട്ട് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. സൈൻ എക്സ് പ്ലസ് എക്സ് ബൈ കോസ് എക്സ് പ്ലസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് മീൻസ് എന്താണ്, സൈൻ എക്സ് ബൈ കോസ്. ഒരു കാര്യം മറക്കരുത്, ബൈ എച്ച് അല്ലെ. ഈ ബൈ എച്ച് ഇല്ലാത്ത പ്രശ്നമായ കാരണം നമ്മൾ 1/h എന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡ് വെച്ചു. ബൈ എച്ച് എന്ന് പറഞ്ഞിട്ട് അതിന് സിംപ്ലി എന്ത് ചെയ്യുക അല്ലെ, ഇൻറ്റു എന്ന് പറഞ്ഞാൽ 1/h ഔട്ട് സൈഡ് വെച്ചു. അപ്പോൾ നമുക്ക് ഓൾ ബൈ നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. 1/h ഇൻറ്റു നമ്മളിവിടെ ചെയ്യുന്നത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പാറ്റേൺ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാരണം നമുക്കിവിടെ ലിമിറ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സൈൻ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു സൈൻ എക്സ്. അങ്ങനെ ചെയ്യാൻ കാരണം കേട്ടോ, അത് നമ്മൾ ലാസ്റ്റ് പറയാം. കോസ് എക്സ് പ്ലസ് എക്സ് അല്ലേ, അല്ലെങ്കിൽ ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ഫസ്റ്റ് ഇൻറ്റു അല്ലെ, ഫസ്റ്റ് സെക്കൻഡ് ഓൾ ബൈ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ ഇങ്ങനെ ആക്കിയതുകൊണ്ട് നമുക്കൊരു ഗുണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് 1/h ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0. ഇപ്പോൾ ഈ ഒരു പാറ്റേൺ ഇത് എക്സും ഇത് വൈ, സോ ഇത് സെയിം എക്സും ഇത് വൈ. നമുക്കൊരു പാറ്റേൺ ആയി സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ, സോറി സൈൻ വൈ. ഇതിന് നമുക്ക് സ്റ്റാൻഡേർഡ് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റിയിൽ നമുക്ക് ഓൾറെഡി ഈ വാല്യൂ നമ്മൾ ഓൾറെഡി ലേൺ ചെയ്തൊരു കാര്യമാണ്. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാം. മീൻസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ആണ്. സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, മീൻസ് സൈന് കോസ് മൈനസ് കോസ് സൈൻ ആണ്. ആ ഒരു പാറ്റേൺ നമ്മളിവിടെ അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്താൽ സൈൻ എക്സ് മൈനസ് വൈ, ആ ന്യൂമറേറ്റർ എന്തായി മാറുക വെച്ചാൽ ന്യൂമറേറ്റർ സൈൻ ഓഫ് എക്സ് എല്ലാവർക്കും മാറും എന്താണ്, എക്സ് പ്ലസ് എച്ച് മൈനസ് വൈ മീൻസ് ഇവിടെ വൈ എന്താണ്, എക്സ് ആണ്. ഓൾ ബൈ റിമൈനിങ് ടൈം അതുപോലെ തന്നെ എഴുതാം, കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാൻസലേഷൻ സംഭവിക്കും. പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ആവും. അങ്ങനെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 1/h ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 സൈൻ ഓഫ് എക്സ് ഉണ്ട്, താഴെ എന്തുണ്ട്, കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്, കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്.
നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. tan x ന്റെ ഡെറിവേറ്റീവ് 6 square x ആണ്. tan x ന്റെ ഡെറിവേറ്റീവ് എന്താണ് 6 square x ആണ്. അതിലോട്ട് നമ്മൾ എത്തണ്ടേ. ഇപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി 6 square x നമുക്ക് ഫോം ചെയ്യണം. സോ h ടെൻസ് ടു 0 നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യൽ പോസിബിൾ അല്ല. ഈ ഇവിടെയുള്ള ഈ h അല്ലേ, ഈ h ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു 1 കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യാം. റൈറ്റ്, അങ്ങനെ കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യാം. അതാണ് നെക്സ്റ്റ് പാർട്ട്. ലിമിറ്റ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നു. h ടെൻസ് ടു 0 എന്ത് വരും, sin h by h. അത് 1 ഉണ്ടാക്കാനുള്ള ഒരു കോംബോ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തു മാത്രം. റിമൈനിങ് എഗെയിൻ എന്ത്, ലിമിറ്റ് h ടെൻസ് ടു 0 എന്താണ് റിമൈനിങ് അല്ലേ 1 ബൈ ഓഫ്, കാരണം ഇവിടെ നമുക്കുള്ളത് ഇനി 1 ഇൻറ്റു 1 ആണ്. മീൻസ് 1 ബൈ ഓഫ് എന്ത് വരും, കോസ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇത് സിംപ്ലിഫൈ ചെയ്യാണ്. ഇത് ഓൾറെഡി നമുക്ക് എന്തായി 1 ആയി. സോറി 1 ഇൻറ്റു ഇവിടെ എച്ചിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തോ 1 ബൈ കോസ് എക്സ് പ്ലസ് 0 ഇൻറ്റു കോസ് എക്സ്. എഗെയിൻ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു സംതിങ് തന്നെ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എല്ലാവർക്കും അറിയാം എന്താണ്, കോസ് സ്ക്വയർ എക്സ് ആണ്. വാട്ട് ഈസ് കോസ് സ്ക്വയർ എക്സ്? കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താണ് 1 ബൈ കോസ് അല്ല, റെസിപ്രോക്കൽ ഓഫ് കോസ്. എസ് അവസാനിച്ച് അങ്ങനെ പഠിക്കട്ടോ. മീൻസ് 1 ബൈ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്കറ. സോ 1 ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയത് എഫ് ഡാഷ് എക്സ് എന്തിൻ്റെ, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 6 സ്ക്വയർ. പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ് പ്രോബ്ലം. ഓക്കെ.